കേരള ഹിസ്റ്ററി സീരീസിൻ്റെ 4ാമത്തെ വീഡിയോയാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടത്തിയ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. 1802 മുതൽ 1809 വരെ തിരുവിതാംകൂറിൻ്റെ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ദളവ. ആ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. രാജാ കേശവദാസന് ശേഷമാണ് വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത്. 1764 തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കൽക്കുളത്തിനടുത്ത് തലക്കുളത്ത് വീട്ടിലാണ് വേലുത്തമ്പി ദളവ ജനിച്ചത്. അദ്ദേഹം വേലായുധൻ ചെമ്പകരാമൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ആ കാലത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ഒരു ശക്തനായ ഭരണാധികാരിയൊന്നുമായിരുന്നില്ല. അന്ന് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ബ്രിട്ടീഷ് സംയുക്ത സൈന്യ റെസിഡൻ്റായിരുന്നു കേണൽ മെക്കാളെ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം പതുക്കെ പതുക്കെ തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അവർക്കെതിരെ വേലുത്തമ്പി ദളവ പ്രതിഷേധിച്ചു. തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതാണ് പ്രസിദ്ധമായ കുണ്ടറ വിളംബരം. 1809 ജനുവരി 11 ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടന്നത്. 1809 മാർച്ച് 29 മണ്ണഴി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തു. അരിശം തീരാത്ത ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ കബന്ധം തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ വെച്ച് തൂക്കിലേറ്റി. ഇനി കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട PSC ചോദ്യങ്ങളും ഉത്തരങ്ങളും. കുണ്ടറ വിളംബരം ആഹ്വാനം ചെയ്ത ദളവ വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടന്ന ജില്ല കൊല്ലം. കുണ്ടറ വിളംബരം ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത്? ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് പ്രസിഡന്റ് കേണൽ മെക്കാളെ. വേലുത്തമ്പി ദളവ ആരുടെ ദിവാനായിരുന്നു? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് കുണ്ടറ വിളംബരം. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. മണ്ണടി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. വേലുത്തമ്പി ദളവ പുരസ്കാരം ലഭിച്ച മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരം. തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് വേലായുധൻ ചെമ്പകരാമൻ അല്ലെങ്കിൽ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ കാലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചത് കൊല്ലം. കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഹജൂർ കച്ചേരി മാറ്റിയത് സ്വാതി തിരുനാൾ. ഇന്നത്തെ സെക്രട്ടേറിയറ്റിൻ്റെ പഴയ രൂപം ഹജൂർ കച്ചേരി. തിരുവിതാംകൂർ പട്ടാള ലഹള നടന്നത് ആരുടെ കാലത്താണ്? വേലുത്തമ്പി ദളവ.